അതാണ് ശ്രീ PR ശിവശങ്കർ. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിമർശനമാണ് ബജറ്റിൽ ഉടനീളം കാണുന്നത് എന്ന് പറയുമ്പോഴും അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു. ഇത് വികസനം നടത്തുന്നു കേരളം എന്നതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്നതടക്കമുള്ള ഒട്ടേറെ വിമർശനങ്ങളുണ്ട് കേന്ദ്രത്തിനെതിരെ. താങ്കൾ അതെല്ലാം വായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറത്തേക്ക് കഴമ്പുള്ളതാണ് എന്നതാണ് അല്പസമയം മുൻപ് പോലും നമ്മളോട് സംസാരിച്ച് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ച് പറഞ്ഞു പോകാതെ ഇരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ബജറ്റ് പ്രസംഗത്തിലും ഇത്തരം പരാമർശങ്ങൾ പലയിടങ്ങളിലും ഉൾപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ല, അതല്ലാത്ത സംസ്ഥാനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഒരിക്കൽ കൂടി 24-നോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കഴമ്പുള്ള വിമർശനങ്ങളാണ് എന്നതാണ് മറുവാദം. ഞാൻ ഇതിനെ 3 ഘട്ടമായിട്ട് വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ആദ്യം ഈ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞ മറുപടിയും അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ബജറ്റ് നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ചാനലിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള ഒരു സ്പീച്ച് അദ്ദേഹം ഒരു ഗ്രാമങ്ങളിലെങ്ങാനും നിന്ന് പ്രസംഗിക്കുന്ന അതേ ഒരു ലാഘവത്തോടെ മറ്റുള്ളവർക്കൊന്നും കണക്കറിയില്ല, ഇദ്ദേഹത്തിന് മാത്രമേ കണക്കറിയുള്ളൂ. CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലൊക്കെ പ്രസംഗിക്കുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചെലവാക്കുന്ന വികസന പ്രവർത്തനം, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 120 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുന്നു. അതിൽ 100 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 173 കോടിയുടെ വികസന പ്രവർത്തനം നടത്തുന്നു. അതിൽ 120 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. 193 കോടി കോഴിക്കോട് വികസനം നടത്തുന്നു. അതിൽ 120 കോടിയും കേന്ദ്ര സർക്കാർ നൽകുന്നു. ശ്രീചിത്രയിൽ 143 കോടിയുടെ വികസനം നടത്തുന്നു. അതിൽ 100 കോടിയും കേന്ദ്ര സർക്കാരിൻ്റെ പണമാണ്. ഇതൊന്നും അദ്ദേഹം കാണുന്നില്ല. ഇങ്ങനെ ഞാൻ എത്ര വേണേൽ കണക്ക് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഇവിടെ ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി 256 കോടി മുഴുവൻ സംസ്ഥാന സർക്കാർ എടുത്തു. PM മത്സ്യസുരക്ഷ 13,266 കോടി, 7,355 കോടി മാത്രം ചെലവിട്ടുള്ളൂ. ബാക്കി പദ്ധതി പോലും നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ഞാൻ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് വായിക്കാം ഞാൻ. പക്ഷേ ബജറ്റിൽ തന്നെ കാര്യമായ വിമർശനം എനിക്ക് ഉന്നയിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം ദയവായി ബജറ്റ് വായിച്ചു നോക്കിയിട്ട് ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ബജറ്റിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ ഈ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള എതിർപ്പും അതുപോലെ തന്നെ സിയാലും വിഴിഞ്ഞവും ഷിപ്പ്യാർഡും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്തിൻ്റെ ബജറ്റ് പ്രഖ്യാപനം ഗവർണറുടെ മറ്റേ പ്രസംഗത്തെക്കാൾ ചെറുതായി പോയേനെ. കാരണം ഏതാണ്ട് ഞാൻ വായിക്കുമ്പോൾ 10ാമത്തെ ഒരു പോയിന്റ് തൊട്ട് സിയാൽ മോഡൽ വികസനം നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞു തുടങ്ങിയേക്കണേ. ഏതാണ്ട് 25ഓളം പോയിന്റിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് വാട്ടർ മെട്രോ വികസനത്തെക്കുറിച്ചാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട 25 പോയിന്റ് വലിയ പാരഗ്രാഫിൽ പറഞ്ഞു തീർക്കുന്നത്. ഒരു 10-17 പേജുകൾ ഇതാണ് പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ ഈ സിയാൽ മോഡൽ എല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരം ആവർത്തിക്കുന്നതാണ്. ഈ ആവർത്തന വിരസത ഒഴിവാക്കാനെങ്കിലും അദ്ദേഹം ഈ പോയിന്റുകളൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. പിന്നെ പ്രധാനമന്ത്രി ഷിപ്പ്യാർഡിൽ 4000 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് വികസന പദ്ധതി ഷിപ്പ്യാർഡ് നടത്തില്ലേ? അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ ഷിപ്പ്യാർഡിലെ വികസന പദ്ധതികൾ നടപ്പിലാണല്ലോ ഷിപ്പ്യാർഡിലെ ഒരു ബോർഡും അതിൻ്റെ ജനറൽ മാനേജറും അതിൻ്റെ CMD ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതിയുടെ അതേപോലെ വാട്ടർ മെട്രോ അതേപോലെ തന്നെ നാഷണൽ ഹൈവേ ഇതെല്ലാമാണ് ഇവർ ഈ പറയുന്ന പല പോയിന്റിലും പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് പറയുന്നത് 57ാമത്തെ പോയിന്റ്, ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കും, എന്നിട്ട് അതിന് കൊടുക്കുന്ന പേരാണ് അതിലും അത്ഭുതമായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ APJ അബ്ദുൽ കലാം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. APJ അബ്ദുൽ കലാമിനെ ആകാശത്തിലേക്ക് വാണം വിടുന്ന ആളെന്ന് പറഞ്ഞ് കളിയാക്കിയ മുഖ്യമന്ത്രിയുള്ള നാടാണ്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല, വയ്യാണ്ടിരിക്കുന്ന കാരണം. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് APJ അബ്ദുൽ കലാമിനെ എവിടെയൊക്കെ കളിയാക്കാമോ എവിടെയൊക്കെ ഒഴിവാക്കാമോ എവിടെയെല്ലാം ഒഴിവാക്കിയതും. എന്നിട്ടിപ്പോൾ APJ അബ്ദുൽ കലാമിനോട് മാപ്പ് പറഞ്ഞു എന്ന പോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. സന്തോഷം, നല്ല കാര്യം, നടക്കട്ടെ. 3 മികവിൻ്റെ കേന്ദ്രങ്ങൾ, എന്നിട്ട് 10 കോടി രൂപ അതിന് അനുവദിക്കും. പിന്നെ 71 കോടി മുടക്കി ആസ്ഥാന മന്ദിരം പണിയും. ആസ്ഥാന മന്ദിരം പണിത മികവിൻ്റെ യൂണിവേഴ്സിറ്റി ആവുമോ? ഇവരോട് ആരാ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിക്ക് 71 കോടി മതിയെന്ന് മുതൽ മുടക്കാൻ? ഇത്തരത്തിലുള്ള മണ്ടകൾ. പക്ഷേ ഈ മണ്ടത്തരങ്ങളൊന്നും അല്ല കേട്ടോ. ഇതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങൾ നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം രൂപ മുടക്കി വയ്ക്കുന്നു. എന്തിനാണ്? കോവിഡിനെതിരായുള്ള വാക്സിനുള്ള ഫാക്ടറി സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപ വെച്ച് വെച്ച ബജറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുൻപിൽ. എന്നിട്ട് അതിൽ പറയുകയാണ് 10 കോടി രൂപ മാറ്റിവെക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ. SC/ST വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടുത്തെ സ്കോളർഷിപ്പ് മറ്റേ ഇത് നൽകിയിട്ടില്ല.
ഈ സംസ്ഥാനത്ത് ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോ പഠിക്കുവാനുള്ള അവകാശമോ നൽകാത്തടത്താണ് ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കുമെന്നും അല്ല, ഇതിലിപ്പോൾ വളരെ സിമ്പിളായി ശ്രീ PR ശിവശങ്കർ വളരെ സിമ്പിളായി ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമാണ്: കേന്ദ്രം തരേണ്ടുന്നത് കേരളത്തിന് തന്നാൽ മതി, സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കും. ഇത് പറയുന്നത് കേരളത്തിന്റെ ധനമന്ത്രിയാണ്. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ച് ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് 24-നോട് അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അല്ല, അത് അവർ സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ. സുപ്രീം കോടതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. 24-ലും ഇന്നലെ ചർച്ച ചെയ്തല്ലോ. അതിൽ കൃത്യമായി എത്രയാണ് ഇപ്പോൾ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ 5 വർഷം ഇവർ തന്നെ ഒപ്പിട്ടെടുത്ത കാര്യമാണ്. ഇത്രയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കിട്ടേണ്ട തുക എന്ന്. പിന്നെ അതെങ്ങനെ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ തന്നെ വെട്ടിക്കുറയ്ക്കാൻ ഒപ്പിട്ട് കൊടുത്തോ? GST വിഹിതം നഷ്ടപരിഹാരം ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് ഇവർ തന്നെ അംഗീകരിച്ചു. ഇവർ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൃത്യമായിട്ട് എഴുതി വാങ്ങിക്കുകയും ചെയ്താൽ കിട്ടിയണം. അത് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കിട്ടാനുള്ള തുക ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ തുക കൂടുതലും മേടിച്ചു. അപ്പോൾ ഒന്നും കിട്ടിവെച്ച തുക പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ബഡ്ജറ്റായിട്ടുള്ള പ്രശ്നമല്ല, അത് ബഡ്ജറ്റിലേക്ക് ഇവരുടെ ദാരിദ്ര്യം ഇവരിറക്കുകയാണ്. ഞാൻ ചരിത്രപരമായി മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സത്യത്തിൽ കുഞ്ഞിക്കണ്ണൻ സാറൊക്കെ കൃത്യമായിട്ട് പറയേണ്ടത്, ഇത് ഈ കഴിഞ്ഞ കുറെ നാളുകളായി കമ്മ്യൂണിസവുമായി പോലും ബന്ധമില്ലാത്ത ഒരു അവസാന നിമിഷമെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന നിലയിൽ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ തുടച്ചു മാറ്റുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. കാരണം ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നൊക്കെ നമുക്ക് അങ്ങനെ ആ തരത്തിലേക്കൊക്കെ പരാമർശം നടത്തുന്നത് ശരിയാണോ ശ്രീ PR ശിവശങ്കർ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഇതിപ്പോൾ നമ്മൾ പറയുന്ന വിഷയവുമായി ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പോലും അത്തരത്തേക്കുള്ള പരാമർശം ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല.